ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഉപവാസത്തിൻ്റെ 14-ാമത്തെ പകൽ അഭയസ്തോത്ര ഹല്ലേലൂയ വിശുദ്ധ ദിവസത്തെങ്കിൽ നമുക്കൊരുമിച്ച് കൂടി വരുവാനും കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്കൊരു വചനഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ മൈക്കിലൂടെ ശബ്ദമുയർത്തി വായിക്കും. പെന്തക്കോസ്തു നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവവാക്യം വായിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. ഇന്ന് പകൽ ഈ വചനത്തിൽ നിന്ന് നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ ബലപ്പെടുത്തുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒന്നിച്ച് കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു വലിയ മുഴക്കം ഉണ്ടായി. ഇന്ന് പകൽ നമുക്ക് ജീവിതത്തിൽ ഒത്തിരി ആശകളുണ്ട്, ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരാശയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറഞ്ഞ അവൻ്റെ വിളിയാലുള്ള ആശ. അപ്പോൾ നമ്മളെ വിളിച്ചപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരാശ, നമ്മളെക്കുറിച്ചൊരാഗ്രഹം, നമ്മളെക്കുറിച്ചൊരു പദ്ധതി. ഇന്ന് പകൽ ഞാൻ പറയും, ഇവിടെ ഇരിക്കുന്നവരാരും സ്തോത്ര ഹല്ലേലൂയ സാധാരണ വ്യക്തികളല്ല. നമ്മളെല്ലാം ദൈവത്തിൻ്റെ ആശയ്ക്കകത്തുള്ളവരാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആഗ്രഹത്തിനകത്ത് ഇന്ന് പകൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മൾ മാനുഷികമായി ചിന്തിക്കുന്നത് പോലെ അല്ല, ദൈവത്തിന് നമ്മളെക്കുറിച്ച് വ്യക്തമായ ഒരാശയുണ്ട്. ഇന്ന് പകൽ പറഞ്ഞ എന്നെക്കുറിച്ചൊരു ദൈവത്തിനൊരാശയുണ്ട്, എന്നെക്കുറിച്ച് ദൈവത്തിനൊരാശയുണ്ട്. സ്തോത്രം. മറ്റാർക്കും ഇല്ലാത്ത ഒരാഗ്രഹം എൻ്റെ മേൽ ദൈവം ഇട്ടിരിക്കുന്നു. ഞാൻ സ്തോത്രം ആരാകണം, ഞാൻ എങ്ങനെയായിരിക്കണം, ഞാൻ എന്തായിത്തീരണം, ഇതെല്ലാം സ്തോത്രം നമുക്കൊരു ശിശു ജനിക്കുമ്പോൾ, നമുക്കൊരു മകൻ ജനിക്കുമ്പോൾ അവനെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അവൻ പഠിക്കുന്ന സ്കൂള്, അവൻ്റെ പേര്, അവൻ പഠിക്കുന്ന സ്കൂള്, സ്തോത്രം, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ വളരുമ്പോൾ ആരാകണം, ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ നമ്മെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ പകൽ നമ്മൾ പ്രാർത്ഥനയോടെ ഇരുന്നാൽ അവൻ്റെ ആശ നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മളെക്കുറിച്ചുള്ള ദൈവ നിയോഗം, നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇത് പകൽക്കാലം ഈ വചനത്തിൽ നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. 1 കാറ്റ്, 2 സ്തോത്രം ഹല്ലേലൂയ അഗ്നി, തീ. 1 കാറ്റ്, ഹല്ലേലൂയ. 2 അഗ്നി, തീ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് പകൽ ഈ മെയ് മാസം 4-ാം തീയതി ഞാൻ പറയും, ദൈവം നിങ്ങളെ ഒരു കാറ്റാക്കി മാറ്റാൻ പോകുക. ദൈവം നിങ്ങളെ ഒരു കാറ്റാക്കി മാറ്റും. ദൈവം നിങ്ങളെ തീയാക്കി മാറ്റും. പരിശുദ്ധാത്മാവ് മാളിക മുറിയിൽ ഇറങ്ങി വന്നപ്പോൾ 2 കാര്യങ്ങൾ സംഭവിച്ചു. 1 സ്തോത്ര ഹല്ലേലൂയ. 1 കാറ്റ്, 2 അഗ്നിജ്വാല. എന്തിനാ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ഇത് രണ്ടും സ്തോത്രം 120 പേർ കൂടിയിരുന്നപ്പോൾ അവരുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ഈ 2 കാര്യങ്ങൾ ആദ്യം സംഭവിച്ചു. 1 കാറ്റ്, 2 തീ. ഹല്ലേലൂയ. അഗ്നിജ്വാല. ഇത് രണ്ടും എന്തിനാ ഇറങ്ങി വന്നത്? ഒരു വാക്യം കൂടെ നമുക്ക് അതിനോട് ചേർത്ത് വായിക്കാം. സങ്കീർത്തനങ്ങൾ 104-ന്റെ 4-ാം വാക്യം വായിച്ചേ. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും
അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. ഹല്ലേലൂയ. എന്തിനാ ഈ കാറ്റിറങ്ങി വന്നത്? എന്തിനാണ് ഈ തീ ഇറങ്ങി വന്നത്? ഹല്ലേലൂയ. ഇത് രണ്ടും അപ്പോസ്തലന്മാർ കൂടി ഇരുന്നിടത്ത് ഇറങ്ങി വരുവാൻ ദൈവത്തിന്റെ ഒരാഗ്രഹം, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ മുൻനിർണയം അതിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും സ്തോത്രം ഹല്ലേലൂയ, ഒത്തിരി സ്ഥലങ്ങളിൽ കാറ്റ് വന്നിട്ടുണ്ട് അല്ലെ. പഴയ നിയമത്തിൽ കാറ്റ് വന്നത് ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവാൻ ഫറവോൻ വിടാതിരുന്നപ്പോൾ ദൈവം ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാറ്റുകൾക്ക് പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ കാറ്റിനകത്തൊരു ദൈവ പ്രവൃത്തി ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാറ്റിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ദൈവം ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചപ്പോൾ മിസ്രൈം ദേശം മുഴുവനും വെട്ടിക്കിളികളെ കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാറ്റുകൾക്ക് അവൻ ഓരോ പേരുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ദേശത്ത് അടിക്കുന്ന ഓരോ കാറ്റിനും ഓരോ പേരുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കാറ്റ്, ദൈവം ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചു. സ്തോത്രം ഹല്ലേലൂയ. ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചപ്പോൾ സ്തോത്രം ഹല്ലേലൂയ, വെട്ടിക്കിളി കൊണ്ട് മിസ്രൈം ദേശം ഹല്ലേലൂയ മുഴുവനും നിറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ഫറവോൻ മോശയെ വിളിച്ചു പറഞ്ഞു, മോശേ സ്തോത്രം ഈ വെട്ടിക്കിളി ദേശത്ത് നിന്ന് മാറുവാൻ നീ പ്രാർത്ഥിക്കണം. ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ. സ്തോത്രം ദൈവം വെട്ടിക്കിളിയെ മാറ്റുവാൻ ഒരു പടിഞ്ഞാറൻ കാറ്റടിപ്പിച്ചു. കിഴക്കൻ കാറ്റടിച്ചപ്പോൾ വെട്ടിക്കിളി വന്നു. പടിഞ്ഞാറൻ കാറ്റടിച്ചപ്പോൾ ബാധ എന്ത് ചെയ്തു? സ്തോത്രം. അപ്പൊ ബാധ വരുത്താനുള്ളതും ബാധയെ തുരത്താനുള്ള കാറ്റും ആരുടെ കയ്യിലുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന്റെ കൈയുണ്ട്. ദൈവം ഒരു കാറ്റടിപ്പിച്ചു. കാടപ്പക്ഷികളെ പാളയത്തിൽ വരുത്തുമാറാക്കി. ഇന്ന് പകൽ ദൈവത്തിന്റെ കാറ്റടിച്ചാൽ സ്തോത്രം ഹല്ലേലൂയ, ചെങ്കടലിനകത്ത് കിടക്കുന്ന സ്തോത്രം ഹല്ലേലൂയ, ദൂരത്തിരിക്കുന്ന ചില കാടപ്പക്ഷികളെ കൂടാരത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ തക്കവണ്ണം ദൈവത്തിന്റെ കാറ്റിന് ശക്തിയുണ്ട്. കർത്താവ് ഒരു മഹാശക്തിയുള്ള കാറ്റ് ചെങ്കടലിൽ അടിപ്പിച്ചു. ചെങ്കടലിൽ വഴി തുറന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ കാറ്റടിച്ചാൽ വഴികൾ തുറന്നു വരും. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കും. ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയും, പഴയ നിയമത്തിൽ അടിച്ച കാറ്റുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. കാറ്റ് സ്തോത്രം അടിക്കും, വഴി തുറക്കും, പിന്നെയും ആ വഴി അടയും. ഒരു അസാധാരണ ദൈവപ്രവൃത്തി ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 14ാമത്തെ ഈ വിശുദ്ധ ആരാധനയ്ക്കകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. പ്രിയരെ, സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കും. നിങ്ങൾ കൊണ്ടുവന്ന ചിന്തകൾ നിങ്ങളെ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം മാത്രം ഇവിടെ ഇരിക്കരുത്, നിങ്ങളുടെ ഹൃദയവും സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ പാട്ട് പാടിയത് എന്താ? സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ദൈവത്തിൽ. എനിക്കറിയാം ഇന്ന് പകൽ ഒരു ദൈവത്തിന്റെ കാറ്റ് ഇതിനകത്ത് അടിക്കാൻ പോകുകയാണ്. ഇതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും, ഒരു ദൈവമഹത്വം വെളിപ്പെടും. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഇന്ന് പകൽ പറയാം, ദൈവമക്കളെ, ന്യായപ്രമാണത്തിനകത്തടിച്ച കാറ്റുകൾ വഴി തുറന്നു. പക്ഷെ ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വഴികളെല്ലാം വീണ്ടും അതുപോലെ അടഞ്ഞു. പക്ഷെ ഇന്ന് പകൽക്കാലം ഇതിനകത്തടിക്കാൻ പോകുന്ന കാറ്റ് അങ്ങനത്തെ കാറ്റല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ സ്തോത്രം ഹല്ലേലൂയ അടിക്കുന്ന കാറ്റിനകത്ത് ഒരു വഴി തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. കാരണം എന്തെന്നറിയാമോ? ന്യായപ്രമാണത്തിനകത്ത് ഇസ്രായേൽ മക്കളുടെ നടുവിൽ ഇറങ്ങി നിന്നത് ദൂതനാണെങ്കിൽ, ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നത് ഒരു ദൂതനായിട്ടല്ല. ഹല്ലേലൂയ. അഗ്നിജ്വാലക്കത്ത് കണ്ണുമായി, മാറത്ത് പൊൻകച്ച കെട്ടി, വെള്ളോടിന് സദൃശമുള്ള കാലുള്ളവനായി ഇന്ന് പകൽക്കാലം ഒരുവൻ ഇറങ്ങി നിന്നിട്ട് ഇന്ന് പകൽ അവന്റെ ശരീരമാകുന്ന സഭയെ നോക്കി വിളിച്ചു പറയുക, ഞാനൊരു വാതിൽ തുറന്നാൽ അതാർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ഞാൻ അടച്ചാൽ അതാർക്കും തുറക്കുവാൻ കഴിയത്തില്ല. ആർക്കും അടയ്ക്കാതെ വണ്ണം തുറപ്പാനും ആർക്കും തുറക്കാതെ വണ്ണം അടയ്ക്കുവാനും ദാവീദിന്റെ താക്കോലുള്ളവൻ ഇന്ന് പകൽ അവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പകൽ അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ അടുത്തിരിക്കുന്നവരുടെ കരം കൊടുത്തു പറ, കർത്താവ് തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ പറ്റുകയില്ല. അടുത്തിരിക്കുന്നവർക്ക് 1-2 പേർക്ക് കരം കൊടുത്തിട്ട് പറ, കർത്താവ് തുറന്നാൽ അതാർക്കും അടയ്ക്കുവാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം അടച്ചാൽ അതാർക്കും തുറക്കുവാനും കഴിയത്തില്ല.
ഇന്ന് പകൽ ചില വാതിലുകൾ ദൈവം തുറക്കാൻ പോവുക. കിഴക്കൻ കാറ്റും പടിഞ്ഞാറൻ കാറ്റും ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ ആമേൻ അടിക്കാൻ പോവുകയാണ്. ആമേൻ ഇന്ന് പകൽ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ. വായിച്ച വചനം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും, കാറ്റുകളെ അവൻ ആരാക്കി മാറ്റും? ദൂതന്മാരാക്കി മാറ്റും. അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷക്കാരാക്കി മാറ്റും. ആമേൻ. മർക്കോസിന്റെ മാളിക മുറിയിൽ എന്തിനാ കാറ്റിറങ്ങി വന്നത്? എന്തിനാ അഗ്നിജ്വാല ഇറങ്ങി വന്നത്? ആമേൻ സ്തോത്രം. അവിടെ ഇരിക്കുന്ന 120 പേരെ ആമേൻ ദൈവത്തിന്റെ കാറ്റാക്കി ദൈവം മാറ്റാൻ പോവുകയാ. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവമക്കളെ, നമ്മൾ വന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ 2 കൈയടിച്ച് 2 പാട്ടുപാടി ഒരു സ്തോത്ര കാഴ്ച ഇട്ടിട്ട് പോകാനല്ല ദൈവം നമ്മളെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഇന്ന് പകൽ നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരാശ, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ആമേൻ പ്രത്യാശയുണ്ട്, നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. ഇന്ന് പകലൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ച് അവരെ വളർത്തി. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ ആശ വിട്ടു പോകുമ്പോൾ, ആമേൻ, നമ്മുടെ ആഗ്രഹത്തിൽ നിന്ന് തലമുറകൾ വ്യതിചലിച്ചു പോകുമ്പോൾ, അവർ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ഹൃദയം എത്ര വേദനിക്കും. സന്തോഷമാണോ വേദനയാണോ? നമ്മൾ ആമേൻ സ്തോത്രം നമ്മുടെ തലമുറകൾ വഴിതെറ്റിപ്പോയാൽ നമുക്ക് സമാധാനം ഉണ്ടാകുമോ? ഇല്ല. നമ്മൾ ആഗ്രഹിച്ച ഒരു വേണ്ട, നമ്മൾ ഒരു ആഗ്രഹിച്ച ഒരു വിവാഹം കഴിക്കാതിരുന്നാലോ? ഇഷ്ടപ്പെടുവോ? പിള്ളേർക്ക് ഇഷ്ടമുള്ള ഒരു വിവാഹം കഴിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് സഹിക്കാൻ പറ്റുകയില്ല. നമ്മുടെ കണക്കൂട്ടലുകൾ നമ്മുടെ തലമുറകൾ വിടുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ചിന്തിച്ചു നോക്കിയേ. ആമേൻ. സ്വർഗത്തിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ആമേൻ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് അവന്റെ ജീവനെ നമ്മുടെ അകത്തോട്ടാക്കി നമ്മളെ പുത്രന്മാരാക്കുവാൻ എന്റെ കർത്താവ് ഇത്രയും ത്യാഗം സഹിച്ചത് എന്തിനാണെന്നറിയാമോ? ആമേൻ. അവന്റെ ഹൃദയത്തിൽ നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികളെ, ദൈവിക കാര്യങ്ങളെ അവന്റെ ഹൃദയത്തിനകത്ത് ആമേൻ ആമേൻ വർഷങ്ങളായി ആമേൻ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ, ഉലക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആമേൻ പദ്ധതികൾ നിറവേറ്റാൻ നമ്മളിങ്ങനെ വഴിയെ പോയപ്പോ ഒരാൾ വന്ന് സുവിശേഷം പറഞ്ഞ് നമ്മൾ ഇതിനകത്ത് കയറിയതല്ല. സ്തോത്രം. അതേറെ പറഞ്ഞു, ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നമ്മളെ തിരഞ്ഞെടുത്ത് ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ അവൻ മനുഷ്യപുത്രന്മാരോട് എന്ത് ചെയ്തു? മനുഷ്യപുത്രന്മാരോട് വിനോദിച്ചു കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, യാക്കോബേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഹല്ലേലൂയ നമ്മളെ പേര് ചൊല്ലി വിളിച്ച ഒരുവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ ഹൃദയത്തിൽ നമ്മളെ കുറിച്ചൊരു പദ്ധതി കിടക്കുകയാണ്, നമ്മളെ കുറിച്ചൊരു ആശ കിടക്കുകയാണ്. ഇന്ന് പകൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ഒരുവൻ വന്ന് അവൻ ഇന്ന് പകൽ ഇവിടെ നിൽപ്പുണ്ട്. ആരെ കാണാനാ? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എൻ്റെ പദ്ധതിക്കകത്തേക്ക് ഇന്ന് പകൽ ആമേൻ ഒരെണ്ണത്തിനെങ്കിലും ആമേൻ സ്തോത്രം ഇതിനകത്തൊന്ന് കയറ്റി എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ ഇന്ന് പകൽക്കാലം എത്ര പേര് ഇതിനകത്ത് പറയാൻ പറ്റും? കർത്താവേ, അടിയൻ ഇതാ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അടിയൻ ഇതാപ്പ നിന്റെ ആഗ്രഹത്തിന്, നിന്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആശയ്ക്ക് ഇന്ന് പകൽ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് എത്ര പേർക്ക് പറയുവാൻ പറ്റും? എത്ര പേർക്ക് ഇതിനകത്ത് പറയുവാൻ പറ്റും? എത്ര പേർക്ക് പറയുവാൻ പറ്റും? ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവകുഞ്ഞ്, നിന്നെ കുറിച്ച് എന്റെ കർത്താവിന് ഒരു ആശയുണ്ട്. ആമേൻ. നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും എന്റെ അപ്പന് ഒരു പ്രതീക്ഷയുണ്ട്. സ്തോത്ര സ്തോത്ര. ഇന്ന് പകൽ അവൻ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം എന്റെ ജനം വളരുന്നുണ്ടോ, എന്റെ ജനം ആഗ്രഹിക്കുന്നുണ്ടോ, എന്റെ ആശ മനസ്സിലാക്കുന്നുണ്ടോ, എന്റെ ആഗ്രഹം മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് പകൽ എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയാൻ എന്റെ ജനം, എന്റെ മക്കൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഇന്ന് പകൽ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന്റെ ആഗ്രഹം
അവന് നമ്മളെ കാറ്റുകളാക്കണം. സ്തോത്രം. പഴയ നിയമത്തിലൊക്കെ കാറ്റിറങ്ങി വന്നപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രതീക്ഷകളൊന്നും നടന്നില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഒരു പട്ടണം ആമേൻ ന്യായവിധിക്കായി ആമേൻ വിധിക്കപ്പെട്ട് ഇരിക്കുമ്പോൾ ആമേൻ ദൈവം പറഞ്ഞു, ഒരു പട്ടണം ന്യായവിധിക്കായി നിൽക്കുമ്പോൾ ആമേൻ സ്തോത്രം ദൈവം പ്രതീക്ഷയോടെ ഒരുവനെ ആമേൻ സ്തോത്രം പറഞ്ഞു വിട്ടു. ഹല്ലേലൂയ. അവനോട് പറഞ്ഞു, നീ ആ പട്ടണത്തിൽ ചെന്ന് ആമേൻ വിളിച്ചു പറയണം, ഹല്ലേലൂയ, ദൈവം ഈ പട്ടണത്തെ എന്ത് ചെയ്യാൻ പോവാ? ഈ പട്ടണത്തെ നശിപ്പിക്കാൻ പോകുക. ദൈവത്തിന്റെ ആശ ആരുടെ മേല? ദൈവത്തിന്റെ ആശ ആമേൻ യോനയുടെ മേൽ കിടക്കുകയാ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ അപ്പന്റെ കഴുതയെ അന്വേഷിച്ചു വന്ന് ആമേൻ സ്തോത്രം ശൗല് ഹല്ലേലൂയ പ്രവാചകന്റെ അടുക്കൽ ചെല്ലുമ്പോൾ പ്രവാചകൻ പറയുന്നൊരു കാര്യം, ഹല്ലേലൂയ, അപ്പന്റെ കഴുതയെ കണ്ടുകിട്ടിയിരിക്കുന്നു, പക്ഷേ ഇസ്രായേലിന്റെ ആഗ്രഹം നിന്റെ മേൽ കിടക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആശ നിന്റെ മേൽ കിടക്കുകയാ. ഒരു തലമുറയുടെ ആശ നിന്റെ മേൽ കിടക്കുകയാ. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന നിങ്ങളതൊക്കെ ഞാൻ പ്രവചിച്ചു പറയും, ദൈവത്തിന്റെ ആശ കുഞ്ഞേ നിന്റെ മേൽ കിടക്കുകയാ. എന്താ? നിന്നിലൂടെ ദൈവത്തിനൊരു പദ്ധതി, നിന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി ഈ പട്ടണത്തിനകത്ത് എന്റെ കർത്താവിന് ചെയ്യാനുള്ളത് കൊണ്ട് ഇന്ന് പകൽ അവന്റെ ആശ, അവന്റെ ആഗ്രഹം, അവന്റെ ഹൃദയം നിന്നിൽ കിടക്കുകയാണ്. നീ വൃഥാവായി പോകരുത്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്കുകൾക്ക് വിരുദ്ധമായി നിൽക്കരുത്. ദൈവത്തിന്റെ കരങ്ങളിൽ താണിരുന്നു കൊടുക്കണം. കഥ പറഞ്ഞു, നിനവയിലേക്ക് നീ പോകണം. പക്ഷെ നിനവയ്ക്ക് എതിരായി കിടക്കുന്ന ഒരു പട്ടണമുണ്ട്. എന്താ ആ പട്ടണത്തിന്റെ പേര്? ആ പട്ടണം ഹല്ലേലൂയ സ്തോത്രം സോദോം ഗൊമോര. ആമേൻ. ദൈവത്തിന്റെ തീ ഇറങ്ങി നശിച്ചു പോയ ആ പട്ടണം. അതുപോലെ നിനവെ പട്ടണം ഹല്ലേലൂയ സ്തോത്രം ആമേൻ നശിക്കാൻ പോകുന്നത് കൊണ്ട് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ന്യായവിധിയുടെ കാറ്റ് ആ പട്ടണത്തിൽ അടിക്കുന്നതിന് മുമ്പേ നീ എൻ്റെ കാറ്റായി ആ പട്ടണത്തിൽ പോകണം. ദേശത്തിൽ ന്യായവിധിയുടെ കാറ്റ് കിടക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം രക്ഷിക്കപ്പെട്ട ദൈവപൈതലേ, രക്ഷയുടെ കാറ്റ് നിന്റെ മേലാ കിടക്കുന്നേ, നിങ്ങളുടെ മേലാ കിടക്കുന്നേ. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ യോന നിനവേക്ക് പോകാതെ ആമേൻ സ്തോത്രം അവൻ തർസീസിലേക്ക് പോയി. തർസീസിലേക്ക് പോയി. ഹല്ലേലൂയ. തർസീസിലേക്ക് ആമേൻ പോകുവാൻ അവൻ കപ്പൽ കയറി. പക്ഷെ ദൈവം ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു കാറ്റടിപ്പിച്ചു. ആമേൻ. ദൈവം ആഗ്രഹിക്കുന്ന കാറ്റ് നീ ആയില്ലെങ്കിൽ ദൈവം ഒരു കാറ്റ് നിന്റെ മേലടിപ്പിക്കും. ഇന്ന് പകൽ ദൈവത്തിന്റെ ആശ കിടക്കുന്ന ദൈവകുഞ്ഞ നിന്റെ മേല, ദൈവത്തിന്റെ ആഗ്രഹം കിടക്കുന്നത് നിങ്ങളുടെ മേല. ആമേൻ. ആ ആശക്കൊത്തവണ്ണം നമ്മൾ മുമ്പോട്ട് മൂവ് ചെയ്തില്ലെങ്കിൽ ദൈവം കാറ്റടിപ്പിക്കും. ദൈവം കാറ്റടിപ്പിച്ചു. എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. ദൈവം കാറ്റടിപ്പിച്ചു. പക്ഷേ യോനയ്ക്ക് ഇതൊന്നും ഒരു വിഷയം. യോന ഇപ്പൊ എവിടെയാ? കപ്പലിന്റെ സ്തോത്രം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറഞ്ഞു, യോനയെ നീ പുറത്തു വരണം. യോനയെ നീ പുറത്തു വരണം. കാരണം ഒരു പട്ടണത്തിന്റെ ആശ നിന്റെ മേൽ കിടക്കുമ്പോൾ നീ ആമേൻ ഹല്ലേലൂയ കപ്പലിന്റെ അടിത്തട്ടിൽ നീ ഒന്നും അറിയാത്തവനെ പോലെ ആമേൻ ന്യായവിധി തിരിച്ചറിയാതെ നീ കിടക്കരുത്, നീ എഴുന്നേൽക്കണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആരോടോ ഇന്ന് പകൽ ഒരു ദൂത് കൈമാറുകയാ. നീ എഴുന്നേറ്റില്ലെങ്കിൽ ഒരു പട്ടണം നശിക്കും. ഒരു പട്ടണത്തിന്റെ ആശ, ഒരു പട്ടണത്തിന്റെ ആഗ്രഹം ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ദൈവത്തിരിക്കുകയാ. ഒന്നും അറിയാതെ കിടക്ക. കാറ്റടിച്ചു. എന്താ സംഭവിച്ചത്? ആമേൻ സ്തോത്രം പടകുലയാൻ തുടങ്ങി. ആമേൻ. ഇന്ന് പകൽ ഞാൻ പറയും, പടക് ഉലയുന്നെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. പെട്ടെന്ന് അടിത്തട്ടിൽ നിന്ന് മേളിൽ കയറി വന്നാൽ മതി. അടിത്തട്ടിൽ നിന്ന് മേളിൽ കയറിയാൽ മതി, കാറ്റ് നിൽക്കും. എന്ന് പറഞ്ഞാൽ ദൈവ നിയോഗത്തിനകത്തോട്ട് കയറിയാൽ കുഞ്ഞ് നിന്റെ വീട്ടിനകത്ത് കാറ്റ് നിൽക്കും. ഇല്ലെങ്കിൽ ഇത് അടിക്കും. ഇന്ന് പകൽ കാറ്റ് നിൽക്കണമെങ്കിൽ നീ എഴുന്നേൽക്കണം. കാറ്റ് നിൽക്കണമെങ്കിൽ കുഞ്ഞ് നീ എഴുന്നേൽക്കണം. ആമേൻ സ്തോത്രം. നിന്നെ ദൈവം കണ്ടിരിക്കുന്നത് ഒരു പട്ടണത്തിന് വേണ്ടി നിന്നെ കണ്ടിരിക്കുകയാ. നീ MRFന്റെ ടയർ പോലെ നീ ഒരിടത്ത് ഒതുങ്ങിക്കൂടി കിടന്നാൽ കാറ്റിന്റെ ശക്തി കൂടും. പക്ഷെ കാറ്റിന്റെ ശക്തി കൂടിയാൽ എന്താ സംഭവിക്കുന്നത്? കപ്പലിനെ നിയന്ത്രിക്കാൻ നോക്കിയപ്പോൾ പറഞ്ഞു,
ഇതിപ്പോ വെള്ളത്തിലോട്ട് താഴും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിനകത്തിരിക്കുന്ന ചരക്ക് മുഴുവനും എന്ത് ചെയ്യണം? നന്മകൾ എടുത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? സത്യം പറഞ്ഞാൽ ഈ യോനയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? യോന കപ്പലിനകത്ത് എന്തെങ്കിലും കൊണ്ട് കയറിയോ? ഈ വാരി ഇടുന്ന ആരുടെ നന്മയാ? ദൈവ പദ്ധതി ഉള്ളവൻ കടന്നാൽ അവന്റെ നന്മയല്ല, മറ്റുള്ളവരുടെ നന്മ എന്ത് ചെയ്യും? എല്ലാം നഷ്ടപ്പെടുകയാ. ഹല്ലേലൂയ, ആമേൻ. നീ എഴുന്നേൽക്കണം. നീ എഴുന്നേറ്റ് ആമേൻ പട്ടണത്തിനകത്ത് നീ ചെന്നാൽ നിന്നെ ഒരു കാറ്റായി ദൈവം ഉപയോഗിക്കും. ഇന്ന് പകൽ എനിക്കറിയില്ല, ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഈ ആലയത്തിൽ ഇറങ്ങുന്നത് എനിക്കറിയാം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, ആമേൻ സ്തോത്രം. ന്യായ പ്രമാണത്തിനകത്തടിച്ച കാറ്റുകളെല്ലാം ആമേൻ സ്തോത്രം റിട്ടേൺ വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം പറയുകയാ, ആമേൻ സ്തോത്രം, ഞാൻ നിന്നെ എന്ത് ചെയ്യാൻ പോവുക? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. 2025 മെയ് മാസം ആമേൻ ഞാൻ നിന്നെ ഒരു കാറ്റാക്കി മാറ്റാൻ പോവുകയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നീ ഒരു കാറ്റായി മാറിയാൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിന്റെ കാറ്റുകൾക്ക് നിന്റെ നേരെ വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിന്റെ കാറ്റിന്റെ പ്രത്യേകത എന്താ? ലോകത്തിന്റെ കാറ്റിന്റെ പ്രത്യേകത ഇത് തിരമാലകളെ അത് ഉയർത്തി നിനക്ക് നേരെ വരുത്തും. ഹല്ലേലൂയ. നിന്റെ പടകിന് നേരെ ഹല്ലേലൂയ തിരമാലകളെ ഉയർത്തുന്ന ലോകത്തിന്റെ കാറ്റ് നിനക്ക് ആമേൻ നേരെ വരുമ്പോൾ, ആമേൻ, നീ ദൈവത്തിന്റെ കാറ്റായാൽ, ആമേൻ സ്തോത്രം, നീ അതിന്റെ മീതെ നടക്കും. 2, അവൻ നമ്മളെ അഗ്നി ജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരാക്കും. എന്തിനാ മാളിമുറുകിക്കകത്ത് തീ വന്നത്? സ്തോത്ര. ഹല്ലേലൂയ. എന്തിനാ ആമേൻ പിളർക്കപ്പെട്ട അഗ്നി നാവുകൾ ഇറങ്ങി വന്നത്? എന്തിനാ? ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ ആമേൻ സ്തോത്ര. ഹല്ലേലൂയ. 1 ആമേൻ ഹല്ലേലൂയ നിന്നെ കാറ്റാക്കാൻ, 2 നിന്നെ ഒരു തീയാക്കി മാറ്റാൻ. ഇന്ന് പകലൊന്ന് ചിന്തിച്ചു നോക്കിയ, തീയും കാറ്റും കൂടെ ഒരുമിച്ച് കൂടിയാൽ ഇന്ന് പകൽ ദൈവകുഞ്ഞെ ആമേൻ സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ. ഒരാൾ തീയും ഒരാൾ കാറ്റുമായാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. അവിടെ കത്തുന്ന തീ ആർക്കും അണയ്ക്കാൻ പറ്റുകയില്ല. അവിടെ കത്തുന്ന തീ ആർക്കും അണയ്ക്കാൻ പറ്റത്തില്ല. മർക്കോസിന്റെ മാളിക മുറിയിൽ ഹല്ലേലൂയ തീയും കാറ്റും ഒരുമിച്ച് വന്ന് അവിടെ അന്നാളി കത്തിയ തീ 2025 മെയ് മാസം 4-ാം തീയതി വിക്ടറി ഇന്റർനാഷണൽ മലയാള സർവീസിനകത്ത് ആമേൻ അത് കത്തുന്നെങ്കിൽ അതിനെ അണയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം കുഞ്ഞ് നിന്റെ മേൽ കാത്തുന്ന തീ അത് അണയാതിരിക്കണമെങ്കിൽ ഇന്ന് പകൽ നീ ഒരു കാറ്റായി മാറണം. ഇന്ന് പകൽ നീ ഒരു കാറ്റായി മാറണം. ഒന്നുകിൽ നീ ഒരു തീയാകണം, ഇല്ലെങ്കിൽ നീ ഒരു കാറ്റായി മാറണം. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ഇത് 2 ഏതെങ്കിലും ഒന്നാകണം. ആമേൻ സ്തോത്രം. ഈ 2 അല്ലെങ്കിൽ കുഞ്ഞ് പ്രതികൂലം വരട്ടെന്ന് നീ ഒരു കാറ്റാകുക. പ്രതിസന്ധികൾ വരട്ടെന്ന് ആമേൻ. നീ ഒരു, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആമേൻ സ്തോത്രം വാർത്തകൾ കണ്ടിട്ടില്ലേ? അമേരിക്കയിൽ കൊടുങ്കാറ്റ് വരുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? കത്രീന പറഞ്ഞ കണ്ടിട്ടില്ലേ? ഈ കാറ്റിന്റെ പ്രത്യേകത, അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ സാധനം അവിടെ കാണുകയില്ല. പിശാചി വിതയ്ക്കുന്നതൊന്നും കാണത്തില്ല. സ്തോത്രം. ഞാൻ ഗൾഫിൽ ആമേൻ നിൽക്കുന്ന സമയം ഒരു വൈകുന്നേരം 5 മണിയായപ്പോൾ ഒരു കാറ്റ് വന്നു. 5000-ന്റെ ഒരു ടാങ്ക് അവിടെ ഇരിക്കുന്ന കണ്ടു. നിമിഷങ്ങൾക്കകത്ത് അത് എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. കാറ്റ് വന്നാൽ അതിന് മുമ്പിൽ ഒന്നിന് നിൽക്കാൻ പറ്റുകയില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് നീ ദൈവത്തിന്റെ കാറ്റായില്ലെങ്കിൽ ലോകത്തിന്റെ കാറ്റ് നിന്നെ അടിച്ചുകൊണ്ടേയിരിക്കും, നിന്നെ ഉലച്ചുകൊണ്ടേയിരിക്കും, നിന്റെ ഹൃദയത്തെ തകർത്തുകൊണ്ടേയിരിക്കും. ഇന്ന് പകൽക്കാലം ദൈവം പറയാ, എന്റെ പരിശുദ്ധാത്മാവ് വന്നത് എന്തിനെന്നറിയാമോ? നിന്നെ ഒരു കാറ്റാക്കി മാറ്റാൻ. ആമേൻ സ്തോത്രം. പ്രതികൂലത്തിന് നേരെ പ്രതികരിക്കുന്ന ഒരു കാറ്റാക്കി മാറ്റാൻ, ദൈവത്തിന്റെ ഒരു കാറ്റാക്കി മാറ്റാൻ.
ഇന്ന് പകൽ ദൈവത്തിന്റെ ആശ, ദൈവത്തിന്റെ ആഗ്രഹം, എന്റെ തലമുറകൾ എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് ഒരു കൊടുങ്കാറ്റായി മാറണം, ഒരു തീക്കാറ്റായി മാറണം. ഹല്ലേലൂയ. ശത്രുവിന്റെ കോട്ടകളെ കത്തിക്കുന്ന ഒരു തീക്കാറ്റായി കുഞ്ഞേ, ആമേ, ഈ പട്ടണത്തിനകത്ത് നിന്നെ ദൈവം കൊണ്ടുവന്നത് നിന്നെ ഒരു തീക്കാറ്റായി മാറ്റുവാൻ, പ്രതികൂലത്തിനകത്ത് കുഴയുവാനല്ല, പ്രതിസന്ധികൾക്കകത്ത് തകരുവാനല്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ ആഗ്രഹം, ഹല്ലേലൂയ, അഗ്നി ജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരാക്കാൻ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആമേ സ്തോത്രം, നിന്നെ ഒരു തീ കഷണമാക്കി മാറ്റാൻ, നിന്നെ ഒരു തീ ഇറങ്ങുന്നിടത്ത് ആമേ സ്തോത്രം, ഹല്ലേലൂയ, ന്യായവിധി ആമേ സ്തോത്രം, പഴയ നിയമത്തിനകത്ത് ആമേ തീ എവിടെയൊക്കെ ഇറങ്ങിയോ അവിടെ എല്ലാം എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. പഴയ നിയമത്തിനകത്ത് തീ ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ ഏലിയാവിനെ പിടിക്കാൻ, ഹല്ലേലൂയ സ്തോത്രം, അരാം രാജാവിന്റെ സൈന്യം 50 പേര് വന്നപ്പോൾ ഏലിയാവ് പറഞ്ഞു, ആമേൻ, ആമേൻ, യഹോവയുടെ തീ ആമേൻ ഇറങ്ങട്ടെ. യഹോവയുടെ തീ ഇറങ്ങിയപ്പോൾ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, 51 പേർ കത്തി നശിച്ചു. രാജാവിന് ആമേൻ വിവരം അറിഞ്ഞു. രാജാവ് വീണ്ടും 51 പേരെ അയച്ചു. ഹല്ലേലൂയ. ഏലിയാവ് തീയിറക്കി. വീണ്ടും 51 പേർ ആമേൻ അഗ്നിക്കിരയായി പോയി. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ന്യായപ്രമാണത്തിനകത്ത് എവിടെയൊക്കെ തീ ഇറങ്ങിയോ അവിടെ എല്ലാം മരണം സംഭവിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, അഗ്നി ജ്വാലക്കത്ത് ആമേൻ കണ്ണുള്ള ഒരുവൻ ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഹല്ലേലൂയ, എന്റെ അപ്പൻ പറയുക, ആമേൻ, എന്റെ തീ ഇവിടെ ഇറങ്ങിയാൽ മരണമല്ല സംഭവിക്കുന്നത്, മരണത്തിന്റെ ശക്തികൾ തകരും. ആമേൻ, മരണത്തിന്റെ ശക്തികൾ തകരും, ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടും. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ കുഞ്ഞേ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ തീ ഇറങ്ങിയ, ഹല്ലേലൂയ, തീക്കകത്തു നീ വീണാൽ, ഹല്ലേലൂയ, നീ പൊന്നുപോലെ നീ പുറത്തു വരും, നീ നശിച്ചു പോകത്തില്ല. ആമേൻ, വീണ്ടും നിന്റെ ശോഭ കൂടും, വീണ്ടും നിന്റെ ശക്തി വർദ്ധിക്കും. ഇന്ന് പകൽക്കാലം എന്റെ ദൈവം പറയാ, ഞാൻ നിന്നെ ഒരു തീയാക്കും. ഈ ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് ഞാൻ നിന്നെ ഒരു തീയാക്കും. ആമേൻ, ശത്രുവിന് നിന്നെ തൊടാൻ പറ്റാതെ, അന്ധകാര ശക്തികൾക്ക് നിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ വണ്ണ് ഞാൻ നിന്നെ ഒരു തീയാക്കി മാറ്റും. ഞാൻ എന്റെ അഗ്നി നാവാക്കി നിന്നെ മാറ്റും. ആമേൻ, ഹല്ലേലൂയ. പിളർക്കപ്പെട്ട നാവുകൾ മാളിക മുറിയിൽ ഇറങ്ങിയെങ്കിൽ ഇന്ന് പകൽ ഒരു ദൂത് വിളിച്ചു പറയുവാനുണ്ട്. ആമേൻ, ആമേൻ, ഞാൻ നിന്നെ ഒരു അഗ്നി നാവാക്കി ഈ പട്ടണത്തിൽ നിർത്തും. ഹല്ലേലൂയ. അപ്പൊ പിശാച് പറയാ, ആമേൻ, പിശാചിനും ആമേൻ മനുഷ്യനെ വേണം, ദൈവത്തിന് മനുഷ്യനെ വേണം. ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്. അപ്പോൾ തന്നെ ദൈവമക്കളെ, ആമേൻ, പിശാചിന് തൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, പിശാചിനും ആരെ വേണം? മനുഷ്യനെ വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുവന്റെ അകത്ത് ആമേൻ സ്തോത്രം 6000 പിശാച് കയറിയിരുന്നു അവന്റെ ശക്തിയെ വെളിപ്പെടുത്താൻ. അവന്റെ ശക്തി 6000 ഭൂതം ഒരുവന്റെ മകളിൽ കയറിയപ്പോൾ അവൻ എന്താ ചെയ്തതെന്നറിയാമോ? അവൻ എന്താ ചെയ്തേ? അവൻ അലറി വിളിക്കാൻ തുടങ്ങി. അവൻ ഒരു അലർച്ച അലറിയാൽ ആ പട്ടണം കിടും. 2, അവന്റെ പ്രത്യേകത, അവൻ തന്നെ താൻ മുറിവേൽപ്പിക്കും. ചിലർ കണ്ടിട്ടുണ്ടോ? തന്നെ താൻ നെഞ്ചിലിടിക്കും. ആരും ഇടിക്കണ്ട, ചിലർ സ്വന്തമായിട്ട് ഇടിക്കും. ആരെയും അടിക്കാൻ പറ്റില്ല, ആരെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരും മാനസാന്തരപ്പെട്ടോണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈവൻ ശരീരത്തിൽ കയറിയാൽ തന്നെത്താൻ മുറിവേൽപ്പിക്കുക, അലറുക. ആമേൻ സ്തോത്രം. കമൻ അവൻ വീട്ടിനകത്ത് ഇരിക്കത്തില്ല, പിന്നെ എവിടെ ഇരിക്കത്തുള്ളൂ? സന്ധ്യാപ്രാർത്ഥന കഴിയുന്നവരെ എവിടെ ഇരിക്കുള്ളൂ? സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യുള്ളൂ? പ്രാർത്ഥന കഴിഞ്ഞോ? ഇല്ല, പ്രാർത്ഥിച്ചില്ല. എന്നാ ഞാൻ ഇപ്പോൾ വരെ പെട്ടെന്ന് പ്രാർത്ഥിച്ചു. ഇവന് ശരീരം വേണം, അവന് ശരീരം വേണം. ഇന്ന് പകൽക്കാലം അവന് വിട്ടുകൊടുക്കാനുള്ളതല്ല നമ്മുടെ ശരീരം, അവന് പ്രവർത്തിക്കാനുള്ളതല്ല നമ്മുടെ ശരീരം. ഹല്ലേലൂയ. ആമേ, കർത്താവ് വന്നു, ആമേ സ്തോത്രം പറഞ്ഞു, ഇനി നിനക്ക് ഇവൻ്റെ മേൽ ഇരിക്കാൻ പറ്റത്തില്ല, പുറത്തു പോകണമെന്ന് പറഞ്ഞു. ആമേ സ്തോത്രം. അവൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞങ്ങൾ പുറത്ത് പോകാം, പക്ഷേ എങ്ങോട്ട് പോകണം? പന്നിക്കൂട്ടത്തിലേക്ക് പോകണം. കർത്താവ് പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. ഈ 6000 ഭൂതം കൂടെ 2000 പന്നിയുടെ പുറത്ത്, അവൻ്റെ പുറത്ത് കയറി. എന്താ സംഭവിച്ചേ? ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ
പന്നികൾ വെള്ളത്തിൽ വീണ് ചത്തുപോയി എന്ന് പറഞ്ഞാൽ പിശാച് പറയാ, പന്നിയുടെ മേലത്ത് എനിക്ക് 2 മിനിറ്റ് പോലും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുകയില്ല. പക്ഷേ അച്ചായൻ്റെ അടുത്താണെങ്കിൽ ഞങ്ങൾ 6 വർഷം, പക്ഷെ പന്നിയുടെ മേലും സെക്കൻഡ് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ദൂത് മനസ്സിലാകുന്നുണ്ടോ? ആമേസ്തോത്ര ഹല്ലേലൂയ. ഈ ശരീരത്തിൽ ആമേസ്തോത്ര ഇത് പിശാചിന് വാഴാനുള്ളതല്ലെന്ന്, ഇത് പിശാചിന് ഭരിക്കാനുള്ളതല്ലെന്ന്, ഇത് അലറാനുള്ളതല്ലെന്ന്, ഇത് അഭിഷേകത്തെ ദൂത് പറയാനുള്ളതാ. അവൻ പുത്രനെ വെളിപ്പെടുത്താനുള്ളതാ. പിശാചേ, ഇന്ന് പകൽക്കാലം നിനക്കിനി അവൻ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ഞങ്ങളുടെ വ്യക്തികളുടെ മേൽ നിനക്ക് അവകാശമില്ല. ഇന്ന് പകൽ അവൻ ഞങ്ങളെ കാറ്റുകളായി, അവൻ ഞങ്ങളെ അഗ്നിയായി, അവന്റെ രാജ്യത്തിന് വേണ്ടി ഇന്ന് പകൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ഒറ്റ ദൂത് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ആമേൻ, സമയം മുമ്പോട്ട് പോയി. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ ആരായി മാറണം? ദൈവത്തിൻ്റെ കാറ്റുകളായി, ദൈവത്തിൻ്റെ തീയായി. സ്തോത്ര സ്തോത്ര സ്തോത്ര. മർക്കോസിന്റെ മാളിക മുറിയിൽ ആമേൻ കാറ്റ് വന്നിട്ട് പോകയല്ല. പഴയ നിയമത്തിലെല്ലാം കാറ്റ് വന്നു, പ്രവൃത്തി കഴിഞ്ഞ് എന്ത് ചെയ്തു? പോയി. പക്ഷേ പുതിയ നിയമത്തിനകത്ത് കാറ്റ് വന്നത് പോകാനല്ല. ഈ കാറ്റ് പോകണമെങ്കിൽ നമ്മളെ കൊണ്ടേ പോകൂ. ഇത് നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ. ദൈവം പറയാ, ആമേൻ, ഞാൻ നിങ്ങളെ കാറ്റുകളാക്കി മാറ്റും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. വെറും കാറ്റല്ല, തീക്കാറ്റായി, ആമേൻ, സ്തോത്രം, അഗ്നിയായി മാറ്റും. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാൻ, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു. ഇനി എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു. അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, അതിന്റെ ശബ്ദം കേൾക്കും. എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും, അത് എവിടെ നിന്ന് വരുന്നു എന്നും, എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. അടുത്തത് പിന്നെ ബാക്കി വായിക്കാം. കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം എന്ത് ചെയ്യും? കേൾക്കുന്നു. അത് എവിടെ നിന്ന് വരുന്നു എന്നും എങ്ങോട്ട് പോകുന്നു എന്നും. ചില കാറ്റുകളാ എവിടെ കൂടെ വരണമെന്നും അറിയത്തില്ല, എവിടെ കൂടെ പോകുന്നു എന്നും. ഞാൻ പറയും, ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 14-ാമത്തെ പകലിൽ ഞാൻ ആത്മാവിൽ പറയും, ദൈവമക്കളെ, നിങ്ങൾ ക്യൂ നിന്ന് അരമണിക്കൂർ ക്യൂ നിന്ന് ആരാധനയ്ക്കകത്ത് കയറാൻ പോകുന്ന സമയം വിദൂരമല്ല. സമയം വിദൂരമല്ല. സമയം വിദൂരമല്ല. ഒന്നാമത്തെ സർവീസിന് വന്നിട്ട് അവൻ കയറാൻ പറ്റാതെ, രണ്ടാമത്തെ സർവീസിന് വന്നിട്ട് അവൻ ഒന്നാം സർവീസിന് വരുമ്പോൾ ഫുള്ള്, രണ്ടാം സർവീസ് വരെ വെയിറ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ ഒരു കൊടിയ കാറ്റ് ഈ പട്ടണത്തിൽ എന്റെ ദൈവം അഴിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പ്രവചിച്ചു പറയും, എന്റെ കർത്താവ് എന്നെ ഒരു കാറ്റായി ഈ പട്ടണത്തിൽ ഉപയോഗിക്കും. നിങ്ങളെ ഒരു കാറ്റായി എന്റെ ദൈവം ഉപയോഗിക്കും. മന്ദമാരുതനല്ല അടിക്കാൻ പോകുന്ന കോടിയ കാറ്റ്, അതിശക്തിയുള്ള കാറ്റ്, വേഗതയുള്ള കാറ്റ്. ഇന്ന് പകൽ പറ, ദൈവമേ, ദൈവം എന്നെ വേഗതയുള്ള ഒരു കാറ്റാക്കി മാറ്റാൻ പോവുകയാ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഓ, പറ അടുത്തിരിക്കുന്ന ഒരു കരം കൊടുത്ത് പറ, ദൈവം എന്നെ വേഗതയുള്ള കാറ്റാക്കാൻ പോകുക. ദൈവം എന്നെ വേഗതയുള്ള കാറ്റ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. മന്ദമാരുതനല്ല, വേഗതയുള്ള ഒരു കാറ്റ് എന്റെ കുടുംബത്തിനകത്ത് ദൈവം എന്നെ ഒരു കാറ്റാക്കി മാറ്റാൻ പോവുക. ആമേൻ, സ്തോത്രം. എന്റെ ശുശ്രൂഷയ്ക്കകത്ത് എന്റെ ദൈവം എന്നെ ഒരു കാറ്റാക്കി. ഓ
വായികളെ തുറന്ന് ആമേ സ്വത്രം കടം മേടിച്ചെങ്കിലും സ്വത്രം പറഞ്ഞ് ഇന്ന് പകൽക്കാലം ഈ ദൂതത്തെടുത്തു. ആമേ ഞാൻ പ്രവചനാത്മാവിൽ പറയാ, കുഞ്ഞ് നിന്നെ ഒരു കാറ്റാക്കി മാറ്റാൻ പോകുക. ആമൻ ഇന്നലകളിൽ ലോകത്തിന്റെ കാറ്റ് നിന്റെ കുടുംബത്തിനകത്ത് അടിച്ച്, നിന്റെ മേൽ അടിച്ച്, നിന്റെ ഹൃദയത്തെ തകർത്ത്, നിന്റെ തലമുറയെ തകർത്ത്, നിന്റെ കുടുംബ ജീവിതത്തെ തകർത്ത്, ആമേ കാറ്റ് നിന്റെ ജീവിതത്തിൽ വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം എന്റെ ദൈവം നിന്നെ നോക്കി വിളിച്ചു പറയുകയാ, ഞാൻ നിന്നെ ഇന്നലകളിൽ നിനക്കും നേരെ വന്ന ആമേ ലോകത്തിന്റെ കാറ്റിന് നേരെ ഞാൻ എന്റെ കാറ്റായി നിന്നെ ഉപയോഗിക്കാൻ പോവുകയാ. ഈ പട്ടണത്തിനകത്ത് ദൈവകുഞ്ഞേ, ദൈവം നിന്നെ ഒരു കാറ്റാക്കി മാറ്റാൻ പോവുകയാ. ആമൻ നിന്നെ ഒരു കാറ്റാക്കി മാറ്റാൻ പോവുകയാ. ഇന്ന് പകൽ ആമൻ വായികളെ തുറന്ന് ആമൻ പറപ്പാ, ഇന്ന് പകൽ എന്നെ ഒരു കാറ്റാക്കി നീ മാറ്റണം. ആമൻ ദൈവകുഞ്ഞ, നീ കാറ്റായില്ലെങ്കിൽ, നീ തീയായില്ല എങ്കിൽ ലോകത്തിന്റെ കാറ്റ് നിന്നെ ചുരുട്ടിക്കളയ. പക്ഷേ ഇന്ന് പകൽ പറ, ഇല്ല ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ഞാൻ ദൈവത്തിന്റെ കാറ്റാ. ഇന്ന് പകൽ ഒറ്റ ദൂത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. നീ ദൈവത്തിന്റെ കാറ്റായാൽ എന്താ പ്രത്യേകത കാറ്റിന്റെ? ആമേൻ, കാറ്റടിക്കുന്നു, അതിന്റെ മുഴക്കം കേൾക്കും. അതിന്റെ മുഴക്കം, ആമേ പറഞ്ഞ മുഴക്കം കേൾക്കും. കാറ്റിന് എന്തുണ്ട്? കാറ്റിന് എന്തുണ്ട്? മുഴക്കമുണ്ട്. കാറ്റിന്റെ ശബ്ദം കേൾക്കും, പക്ഷെ എവിടെ നിന്ന് വരുന്നെന്നറിയില്ല. നീ ദൈവത്തിന്റെ കാറ്റായാൽ ആമേൻ, പിശാചിന് നീ എവിടെ നിന്ന് ചലിക്കുന്നെന്ന് നിന്റെ മൂവ്മെന്റ് അറിയാൻ പറ്റത്തില്ല. സ്റ്റാലിൻ ബ്രദർ, ആമൻ നീ കാറ്റായി മാറിയാൽ ആമൻ നിന്റെ മൂവ്മെന്റിനെ പിടിക്കാൻ ഒരു പൈശാചിക ശക്തികൾക്ക് ആമൻ കഴിയത്തില്ല. പക്ഷേ ഇന്ന് പകൽ ദൈവം പറയുക, ആമൻ കാറ്റിന്റെ മുഴക്കം കേൾക്കാം. ആമൻ പിശാചേ, നീ കാറ്റിന്റെ ശബ്ദം കേൾക്കും, പക്ഷെ നിന്റെ മൂവ്മെന്റ്, നിന്റെ ചലനങ്ങൾ ആമൻ പിശാചിന് പിടിക്കാൻ പറ്റുകയില്ല. ഇത്രയും ആമേ തോണ്ട കീറി വിളിച്ചിട്ട് മാമേ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽ കാറ്റാകാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഒരു സ്തോത്രം പറ. എഴുന്നേറ്റ് നിന്ന് അത് പിടിച്ചോ. ഹല്ലേലൂയ. ആമേ ദൈവത്തിന്റെ സ്തോത്രം. ആ കാറ്റൊക്കെ വരുമ്പോൾ ആമേ സ്തോത്രം ഹല്ലേലൂയ. ഇരുന്ന് പിടിക്കല്ലേ, എഴുന്നേറ്റ് നിന്ന് പിടിച്ചോണം. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പ്രവചിക്കുന്നത് ഹല്ലേലൂയ, ആമേ സ്തോത്രം ഹല്ലേലൂയ, ആമേ താഴ്വരയിൽ കിടക്കുന്ന അസ്ഥികളെ നോക്കിയല്ല, ഇന്ന് പകൽ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെ നോക്കിയാ ഞാൻ ദൂത് പറയുന്നേ, നിങ്ങളെ നോക്കിയാ ഞാൻ പ്രവചിക്കുന്നേ. ഹല്ലേലൂയ. ദൈവകുഞ്ഞേ, ഇന്ന് പകൽക്കാലം ഈ ദൂത് നീ പിടിച്ചോളണം. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം പറയാ, ആമേൻ, ഞാൻ നിന്നെ കാറ്റാക്കിയാൽ ആമേൻ പിശാച് നിന്റെ മുഴക്കം കേൾക്കും. ആമേൻ. എന്താ അവൻ മുഴക്കം കേൾക്കും? അവന് ഭയം. എന്താ ഈ കാറ്റിന്റെ പ്രത്യേകത? ഈ കാറ്റിന്റെ മുഴക്കം എവിടെ കേൾക്കുന്നു? പിശാചിനറിയാം, ഇതാ എനിക്ക് നേരെ ഇതാ ഒരു ആയുധം വരുന്നുണ്ട്. പക്ഷേ അവന് മുഴക്കം കേൾക്കാനേ പറ്റത്തുള്ളൂ, പക്ഷേ അവന് മൂവ്മെന്റ് അറിയാൻ പറ്റുകയില്ല. ഇന്ന് പകൽ ഞാൻ പറയോ, ദൈവകുഞ്ഞേ, ആമേ സ്തോത്രം, നിന്റെ മുഴക്കം കേൾക്കും, പക്ഷെ നിന്റെ ചലനം പിടിക്കാം. ഇന്നലകളിൽ നീ എവിടെ നിന്ന് എഴുന്നേൽക്കുന്നെന്ന്, എവിടെ ഇരിക്കുന്നെന്ന്, എവിടെ നിൽക്കുന്നെന്ന്, നീ എന്തു സംസാരിക്കുന്നെന്ന് പിശാചിനെ അറിയാമായിരുന്നു. പക്ഷേ ഇന്ന് പകൽ നീ ഒരു കാറ്റായി മാറിയാൽ, നീ ദൈവത്തിന്റെ കാറ്റായാൽ, നിന്റെ മൂവ്മെന്റ് പിടിക്കാൻ ദൈവത്തിന്റെ തീ ഇതിനകത്ത് ഇറങ്ങുകയോ. ആമേ സ്തോത്രം. ഇന്ന് പകൽ അവന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഈ ഹോളിനകത്ത് ഞാൻ തിരിച്ചറിയുന്നു. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇതിനകത്ത് ആരേക്കോ എന്റെ കർത്താവ് ആമേൻ ഒരു തീയാക്കി മാറ്റാൻ പോവുകയാ. ആരും ഇതിനകത്ത് എന്റെ ദൈവത്തിന്റെ കാറ്റാക്കി മാറ്റാൻ പോവുകയാ. ഇന്ന് പകൽ കുഞ്ഞെ, ഈ തീ ആമേ ഹല്ലേലൂയ, ഇന്ന് പകൽ നിന്നെ കുറിച്ച് പ്രവചിക്കുമ്പോൾ, നിന്നെ കുറിച്ച് ദൂത് പറയുമ്പോൾ, ആമേ സ്തോത്രം ഹല്ലേലൂയ, ഈ കാറ്റിനകത്ത് നീ വീഴാതിരുന്നാൽ ആമേൻ, നിന്റെ പുറത്ത് ഒരു കാറ്റ് നിന്നെ പ്രതീക്ഷിച്ച് നിൽപ്പുണ്ട്. പുറത്തൊരു കാറ്റ് നിന്നെ കാത്തു നിൽപ്പുണ്ട്. അത് ഈ ലോകത്തിന്റെ കാറ്റാ. അത് നിന്നെ അടിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് പകൽ നീ ദൈവത്തിന്റെ കാറ്റാകണം.
ഇന്ന് പകൽ ആത്മാവ് പറയാ, ആമേൻ സ്തോത്രം, ആമേൻ നീ കാറ്റായാൽ, നീ എന്റെ കാറ്റായാൽ, ആമേൻ നിന്റെ ശബ്ദം ആമേൻ ശത്രു കേൾക്കും. പക്ഷേ നിന്റെ ചലനങ്ങൾ, നിന്റെ മൂവ്മെന്റുകൾ, ശത്രുവിന് നിന്റെ മൂവ്മെന്റ് അറിയാൻ പറ്റുകയില്ല. നിന്റെ ചലനങ്ങൾ, നിന്റെ നീക്കങ്ങൾ അറിയാൻ പറ്റാത്ത വിധ. ഓ ഓ ഓ ഇന്ന് പകൽ ഒരു തീ കാത്തുന്നു, ഒരു തീ കാത്തുന്നു, ഒരു അഗ്നി ഇതിനകത്ത് കാത്തുന്നു. ചിലരെ ദൈവം കാത്താക്കാൻ പോകുക. ആമേൻ. ഇന്നലകളിൽ നിന്റെ കുടുംബത്തിന് വിരോധമായി അടിച്ച കാറ്റ്, നിന്റെ തലമുറയ്ക്ക് വിരോധമായി അടിച്ച കാറ്റ്, ആമേൻ സ്തോത്രം, ഇന്ന് പകൽ നീ അതിന് നേരെ ഒരു കൊടിയ കാറ്റാകുക. നിന്നെ പിശാചിന് പിടിക്കാൻ പറ്റുകയില്ല. ഇന്നലകളിൽ പിശാച് നിന്നെ അളന്നു, ഇന്നലകളിൽ പിശാച് നിന്റെ മൂവ്മെന്റുകൾ അറിഞ്ഞു. പക്ഷേ എന്റെ ദൈവം പറയാ, ഇനി അത് അറിയാൻ പറ്റുകയില്ല. ഇന്ന് പകൽ ഇതിനകത്തൊരു കാറ്റടിക്കുക, ഇന്ന് പകൽ ഇതിനകത്തൊരു കാറ്റടിക്കുക. ഇന്ന് പകൽ കുഞ്ഞെ നീ ഏൽപ്പിച്ചു കൊടുത്ത ഈ പട്ടണത്തിനകത്ത് നിന്നെ ഒരു കാറ്റാക്കി മാറ്റും. ഹല്ലേലൂയ. ഈ പ്രതിസന്ധികൾക്കകത്ത് അവൻ നിന്നെ കാണുമ്പോൾ ലോകത്തിന്റെ കാറ്റ് ഓടിപ്പോകും. അവൻ നിനക്ക് നേരെ നിൽക്കത്തില്ല. ഇന്ന് പകൽ നിന്നെ ഒരു കൊടുങ്കാറ്റാക്കി, ഒരു കൊടുങ്കാറ്റാക്കി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലകളിൽ പിശാചിന്റെ കാറ്റ് നിന്റെ ഹൃദയത്തെ ഉടച്ചെങ്കിൽ, ആമേൻ, നീ ഇനി സാത്താന്റെ കൂടാരങ്ങളെ പൊളിക്കുന്ന ഒരു കാറ്റായി, അവന്റെ കൂടാര കയറുകളെ പൊട്ടിക്കുന്ന ഒരഗ്നി കാറ്റായി. അവൻ ആ കാറ്റിന്റെ കൂടെ ഒരു തീ കൂടെ പുറപ്പെട്ടാൽ ശത്രുവിന്റെ കൂടാര കയറുകൾ, ഓ നിനക്ക് വിരോധമായി ആമേ ടെന്റ് അടിച്ചു കെട്ടിയ ശത്രുവിന്റെ കൂടാര കയറുകള് ആമേ കത്തിക്കുന്ന ഒരു തീ. ഈ 14-ാമത്തെ പകൽ ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ കാറ്റ് ഇന്ന് പകൽ കാറ്റാട. ഇന്ന് പകൽ ആ കാറ്റടിക്കട്ടെ, ഇന്ന് പകൽ ആ കാറ്റടിക്കട്ടെ, കാറ്റടിക്കട്ടെ, കാറ്റടിക്കട്ടെ. ഇന്ന് പകൽ നിന്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിക്കുകയാ, നിന്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിക്കുകയാ. ആമേൻ. പിശാചിന് ഇനി നിന്റെ ചലനം അറിയാത്ത വിധം ദൈവത്തിന്റെ ചലനങ്ങൾ, ദൈവത്തിന്റെ ചലനങ്ങൾ ഇതിനകത്ത് ഭയങ്കര കാറ്റടിക്കുന്നു. ചിലരുടെ മേൽ ഭയങ്കര കാറ്റടിക്കുന്നു. ഒരു അഭിഷേകത്തിന്റെ കാറ്റ് ഇന്ന് പകൽ കാറ്റടിക്കട്ടെ, കാറ്റടിക്കട്ടെ. ദൈവത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ കാറ്റ്. കഥന 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 ഇന്ന് പകൽ കാറ്റടിക്കട്ടെ, 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 കാറ്റടിക്കട്ടെ. അടിക്കട്ടെ. ദൈവത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ കാറ്റ്. ഹല്ലേലൂയ. നിന്നെ ഒരു കാറ്റായി, ഒരു തീ കാറ്റായി. കഥന 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 അഭിഷേകത്തിന്റെ തീ കഥന കഥന കഥന. നിനക്കത്ത് തീ കഥന, തീ കഥന, തീ കഥന. ദൈവത്തിന്റെ കാമൻ അഗ്നി കഥന 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 കഥന. ആമേൻ. നിന്റെ ചലനങ്ങളെ അറിയാതെ വണ്ണ ദൈവത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ കാറ്റ് ഇന്ന് പകലൊരു കാറ്റടിക്കുകയാ, നിന്റെ മേലൊരു കാറ്റടിക്കുകയാ. പിശാചിന് പിടിക്കാൻ പറ്റാത്തതുപോലെ ദൈവത്തിന്റെ ഒരു കാറ്റ്, ആ കാറ്റ് നിന്നെ നടത്തും, ആ കാറ്റ് നിന്നെ കൊണ്ടുപോകും. അവൻ ഒരു ഫിലിപ്പോസിനെ അവൻ എടുത്തുകൊണ്ടുപോയതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് ചില മൂവ്മെന്റുകൾ നടക്കാൻ പോയ ദൈവത്തിന്റെ ചില മൂവ്മെന്റുകൾ ആമേൻ സ്തോത്രം സംഭവിക്കുന്നു, സംഭവിക്കുന്നു. കഥന 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 കഥന. ആമേൻ. ഇന്ന് പകലൊരു കാറ്റടിക്കുകയാ, ദൈവത്തിന്റെ ഒരു കാറ്റ്. ചില പ്രതികൂലത്തിന്റെ കാറ്റുകളെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ തകർക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ഒരു അനുകൂലമായ കാറ്റ് അടിക്കട്ടെ, അടിക്കട്ടെ. ദൈവത്തിന്റെ കാറ്റ് ഇന്നലകളിൽ ആമേ കുഞ്ഞേ, ആമേൻ സ്തോത്രം, ലോകത്തിന്റെ കാറ്റ് നിന്നെ നിയന്ത്രിച്ചെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് പറയാ, ഇനി ഞാൻ നിന്നെ നടത്താൻ പോവുകയാ, ഞാൻ നിന്നെ ചലിപ്പിക്കാൻ പോവുകയാ. ആമേൻ. ഞാൻ നിന്നെ ചലിപ്പിക്കും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എന്റെ ആമേൻ സ്തോത്രം പ്രവർത്തിക്കു വേണ്ടി ആമേൻ നിന്നെ ഞാൻ ചലിപ്പിക്കും. പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര മൂവ് നടക്കുകയാ, ചലനങ്ങൾ ഇതിനകത്ത് വെളിപ്പെടുകയാ,
ചലനങ്ങൾ വെളിപ്പെടുകയാ. ഈ 14-ാമത്തെ പകൽ ദൈവകുഞ്ഞെ, ദൈവത്തിന്റെ ചലനങ്ങൾ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് പകൽ, ഹല്ലേലൂയ, ആത്മാവ് നിന്നെ ഒരു കാറ്റാക്കി മാറ്റുകയാ. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നേ. ഹല്ലേലൂയ. എന്റെ കർത്താവ് പറയാ, ആമേ, കാറ്റിന്റെ മുഴക്കം കേൾക്കും, പക്ഷെ എവിടെ നിന്ന് വരുന്നു എന്ന് ആമേൻ പിശാചിന് പിടിക്കാൻ പറ്റുകയില്ല. ഈ നിലകളിൽ പിശാചിന് അറിയാൻ പറഞ്ഞു നിന്റെ ഒരു ചെറിയ ചലനങ്ങൾ, നിന്റെ ചെറിയ മൂവ് അവനറിയാം. ഹല്ലേലൂയ, സ്തോത്ര. അത് വെച്ചിട്ട് നീ നന്മകളിലേക്ക് നീ കൈ നീട്ടി പിടിക്കുന്നതിന് മുമ്പ് അവൻ അതിനെ തട്ടിക്കളയും. നീ ഒരു ആമേൻ അഭിഷേകത്തിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കയറുന്നതിന് മുമ്പേ അവൻ നിനക്ക് പണി തരും. നിന്റെ ഹൃദയത്തെ തകർക്കും, നിന്റെ ഹൃദയത്തെ ഉടയ്ക്കും. ആമേ, സ്തോത്ര, ഹല്ലേലൂയ. നിനക്ക് അതിനകത്ത് കയറാൻ പറ്റുകയില്ല. ആമേ, സ്തോത്ര, ഹല്ലേലൂയ. ദൈവം, നീ പലപ്പോഴും ഉപവസിച്ചു പ്രാർത്ഥിച്ചു, പക്ഷേ നീ ആഗ്രഹിച്ച ഒരു തലത്തിലേക്ക് നിനക്ക് കയറാൻ പറ്റിയിട്ടില്ല എന്നും പറയും. അപ്പാ, ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കയറണം, അപ്പാ, അടുത്തൊരു ആത്മതലത്തിലേക്ക് കയറണം. ആമേ, സ്തോത്ര. പക്ഷേ കയറാൻ, ആമേ, സ്തോത്ര, ഹല്ലേലൂയ, മീറ്ററുകൾ വ്യത്യാസത്തിൽ, ആമേ, സ്തോത്രം, നിന്റെ ഹൃദയത്തെ ഉടച്ചവൻ വീണ്ടും നിന്റെ ചലനങ്ങൾ മനസ്സിലാക്കി, നിന്റെ മൂവ്മെന്റുകൾ മനസ്സിലാക്കി അവൻ നിനക്ക് വിരോധമായി ആമേ പ്രവർത്തിച്ചു. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയുടെ 14-ാമത്തെ പകലിൽ പരിശുദ്ധാത്മാവ് പറയാ, ഇനി നിന്റെ മൂവ്മെന്റുകളെ അവന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഞാൻ നിന്നെ ഒരു കാറ്റാക്കി മാറ്റാൻ പോവുകയാ. എന്റെ അഗ്നിയാക്കി നിന്നെ മാറ്റാൻ പോവുക. അടുത്ത് പറയുന്നു, കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്നറിയില്ല, അത് എവിടേക്ക് പോകുന്നു എന്ന് നീ കാറ്റായാൽ നീ എവിടെ നിന്ന് പുറപ്പെട്ടെന്നും എവിടേക്കാണ് നീ പോകേണ്ടതെന്നും അറിയുന്ന ഒരു അപ്പൻ നിനക്കുടയവനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു ദിവസം രാവിലെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ഫിലിപ്പോസേ, നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകണം. ഒരു കാറ്റ് അവനെ കൊണ്ടുപോയി ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി. അടുത്തൊരു കാറ്റ് വന്നു. ആമേ, സ്തോത്ര, ഹല്ലേലൂയ. അവനെ ആത്മാവ് എടുത്തുകൊണ്ട് അസ്തോദിലേക്ക് കൊണ്ടുപോയി. ഇന്ന് പകൽ ദൈവകുഞ്ഞെ, ആമേ, സ്തോത്ര, ഹല്ലേലൂയ, നീ നിൽക്കുന്ന ഇടം നിനക്ക് നന്നായിട്ടറിയാം. പക്ഷെ നീ എവിടെയാണ് നിന്റെ ആമേ നന്മയുടെ എന്തെന്ന് നിനക്കറിയത്തില്ല. ആമേ, സ്തോത്ര, ഹല്ലേലൂയ, അതിൻ്റെ അവസാനം നിനക്കറിയത്തില്ല. നീ, ആമേ, സ്തോത്രം, നീ എവിടെ വന്ന് നിൽക്കണം, നീ ഏത് പൊസിഷനിലേക്ക് കയറണം, ആമേ നെക്സ്റ്റ് ലെവൽ എന്താണെന്ന് ദൈവകുഞ്ഞെ നിനക്കറിയത്തില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം നീ കാറ്റായാൽ എൻ്റെ കർത്താവ് പറയാ, ആമേ, സ്തോത്രം, ആമേൻ, എൻ്റെ അപ്പൻ്റെ ആശക്കൊത്തവണ്ണം നിന്നെ ആമേ ചലിപ്പിക്കാൻ പോവുകയാണ്. ഈ പട്ടണത്തിനകത്ത് നിന്നെ ചലിപ്പിക്കാൻ പോകുക. ഈ പട്ടണത്തിനകത്ത് നിന്നെ ചലിപ്പിക്കാൻ പോകുക. ഈ പട്ടണത്തിനകത്ത് പറ, കർത്താവേ, ആമേ, സ്തോത്ര, ഹല്ലേലൂയ, എനിക്കൊരു കാറ്റായി മാറണം. ദൈവമേ, നിന്റെ തീയായി മാറണം. മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവിടെ കാറ്റും തീയും ഇറങ്ങി വന്നത്, ആമേ, സ്തോത്ര, ഹല്ലേലൂയ, അപ്പോസ്തലന്മാരിൽ ഒരു തീ ദൈവം ഇട്ടു. ആമേ, സ്തോത്ര, ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? ആമേ, എൻ്റെ ദൈവം തീയാ, എൻ്റെ കർത്താവ് തീയ, എൻ്റെ ദൈവം തീയായതുകൊണ്ട് അവൻ്റെ ആഗ്രഹം, ആമേൻ, നമ്മളും അവൻ്റെ തീയായി പുറപ്പെടണം. വെറുമൊരു കാറ്റല്ല, വെറുമൊരു കാറ്റല്ല, വെറുമൊരു കാറ്റല്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ തീ കാറ്റാകാൻ, ഇന്ന് തീ കത്തിയിട്ടേ പോകാവൂ. ആമേ, സ്തോത്ര, ഹല്ലേലൂയ. ആമേ, സ്തോത്ര, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവമക്കളെ ഒരു തീ കത്തിയിട്ടേ പോകാവൂ. ആമേ, എൻ്റെ ദൈവം തീയാ. അതുകൊണ്ട് പറഞ്ഞു, എൻ്റെ മക്കളും, കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും. ഓ, കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരിക്കണമെങ്കിൽ, കർത്താവ് ഇരിക്കുന്നത് എവിടെയാ? അവൻ്റെ സിംഹാസനം എങ്ങനെയുള്ളതാ? പറഞ്ഞേ, അവൻ്റെ സിംഹാസനം എങ്ങനെയുള്ളതാ? അവൻ്റെ സിംഹാസനം അഗ്നി ജ്വാലയാ. അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന, ഓ, മനസ്സിലായോ? കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇരിക്കുന്നിടത്ത് നമുക്കിരിക്കണമെങ്കിൽ അവൻ ഇരിക്കുന്ന സിംഹാസനം അഗ്നിജ്വാലയാ. അവന്റെ കണ്ണിലോട്ട് നോക്കി, കണ്ണ് അഗ്നിജ്വാല. യോഹന്നാൻ നോക്കി, ഒരു പ്രാവശ്യം നോക്കുള്ളൂ, കണ്ണ് അഗ്നിജ്വാല. പെട്ടെന്ന് കണ്ണ് താഴ്ത്തി താഴോട്ട് നോക്കി, അവന്റെ കാൽ ഉലകിൽ
ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യം. അതുകൊണ്ട് അപ്പം പറഞ്ഞു, മക്കൾ അപ്പനെ പോലെ ഇരിക്കണം. സ്വർഗത്തിൽ മാത്രമല്ല, ഇവിടെ ഞാനും നിങ്ങളും എങ്ങനെ ആയിരിക്കണം? എൻ്റെ അപ്പം പറയാ, എനിക്കൊരു BMW ഉണ്ട്. ഇല്ല പക്ഷേ ആയിട്ടുണ്ടല്ലേ ഉള്ളൂ. ഒരു BMW ഉണ്ട്. അതുകൊണ്ട് സ്തോത്രം ഞാൻ പറഞ്ഞു, സിജോനെ നീ ടാക്സി വിളിച്ചു വരണം, ഇതിനകത്ത് കയറാൻ പറ്റുകയില്ല. അങ്ങനെയാണോ? എനിക്ക് BMW ഉണ്ടെങ്കിൽ എൻ്റെ മക്കളെ ഏത് വാഹനത്തിൽ യാത്ര ചെയ്യും? ഇല്ല, എനിക്കൊരു I10 ഉണ്ട്. BMW എന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു സ്വോത്രവും പറയുന്നില്ല. ആരും എൻ്റെ വാഹനത്തിൽ എൻ്റെ മക്കൾ യാത്ര ചെയ്യുന്നേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ അപ്പം പറയാ, ഞാൻ അഗ്നിയാണെങ്കിൽ ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ എൻ്റെ മക്കളും തീയായിരിക്കണം. അവർ സാധാരണ ഒരു കാറ്റല്ല, അവർ പരിശുദ്ധാത്മാവിന്റെ തീക്കാറ്റാകണം. ഈ പട്ടണത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ കുഞ്ഞ് നിന്റെ പേര് കേൾക്കുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കണം, അന്ധകാര ശക്തികൾ തകരണം. ഞാൻ പറയൂ, ഇന്നലകളിൽ നമ്മളെ മൂവ്മെന്റുകൾ അന്വേഷിച്ചു കൊണ്ട് നടന്ന പൈശാചിക ശക്തികൾ നമ്മുടെ മൂവ്മെന്റ് കണ്ടാൽ അവൻ നിൽക്കരുത്, ആ ഏരിയയിൽ അവൻ നിൽക്കരുത്. ഒരു ബിജു ബ്രദർ വരണമെന്ന് പറഞ്ഞാൽ പിശാച് ആ ദേശത്ത് നിന്ന് ഓടണം. ഒരു ലാലു അച്ഛൻ വരുന്നെന്ന് കേട്ടാൽ ആ പട്ടണത്തിലെ പൈശാചിക ശക്തികൾ അവിടെ നിന്ന് മാറിപ്പോകണം. തീ വരുന്നു, തീ വരുന്നു.